ഹലോ, എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് ഒരു കബോർഡിന്റെ പീസൊക്കെ ആയിട്ട് വന്നേക്കുക. വേറൊന്നിനുമല്ല, ഒരു അറബി കാലിഗ്രഫി എഴുതാനാ മാഷാല്ലാന്ന്. നമ്മുടെ കബോർഡിന്റെ പീസാണെങ്കിൽ ആകെ കൂടി ചെളിയായിട്ടിരിക്കുക. അത് തേച്ച് കഴുകിയിട്ടും ഇങ്ങനെ ഇരിക്കണ്. പിന്നെ അതിന്റെ പുറമെ തേച്ച് കഴുകിയിട്ടും ആ വെള്ള കളർ കിട്ടാത്തത് കാരണം ഞാൻ ഒരു വെള്ള പെയിന്റും കൂടി അതിന്റെ പുറമെ അടിച്ചു കൊടുത്ത് നല്ല ഫിനിഷിങ്ങിൽ കിട്ടാനായിട്ട് സ്പോഞ്ച് കൊണ്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഇപ്പോൾ ഒരു ക്യാൻവാസ് പോലെ ആയില്ലേ? എന്തിനും ബ്ലാക്ക് ഇല്ലാത്തൊരു കളിയുണ്ടോ? അങ്ങനെ ഞാൻ ബ്ലാക്ക് പെയിന്റ് എടുത്ത് അതിൻ്റെ സൈഡിൽ നിന്ന് ബ്ലാക്ക് കൊടുത്തിട്ട് ബ്ലൂ വന്നിട്ട് ഇങ്ങനെ ലൈറ്റ് ഷെയ്ഡായിട്ട് വരാനായിരുന്നു എൻ്റെ ഒരു ഐഡിയ. പക്ഷേ ചെയ്ത് വന്നപ്പോൾ ഇതേ കാണാം, കുറച്ച് കഴിയുമ്പോൾ കാണാം കേട്ടോ. നമ്മളെന്തും ചെയ്ത് വരുമ്പം ആ ചെയ്യുന്ന ഐഡിയയിൽ എന്തെങ്കിലുമൊക്കെ ഒരു മാറ്റങ്ങൾ വരുമല്ലോ. ഞാൻ ചെയ്യുന്നതിലൊക്കെ അങ്ങനെയാണ്. ആ ടൈമിൽ പിന്നെ തോന്നുന്ന പോലെ ആയിരിക്കും വർക്ക് ഫിനിഷ് ചെയ്യാറ്. കൈയുള്ളപ്പോൾ ഇനി സ്പോഞ്ച് എന്തിന് എന്നുള്ള ഭാവത്തിൽ ബാക്കി മൊത്തത്തിൽ ഞാൻ അങ്ങോട്ട് കൈ കൊണ്ട് തുടങ്ങി. കൈ കൊണ്ട് പെയിന്റിൽ കൈയിട്ടിളക്കാൻ ഇഷ്ടമുള്ളവരെന്ന് കമന്റ് ചെയ്യണേ. എനിക്ക് ഇങ്ങനെയൊക്കെ കാണിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഇങ്ങനെയൊക്കെ ചെയ്യുന്നതിന് ഉമ്മച്ചി എന്നെ പറയാത്തതൊന്നുമില്ല. എനിക്ക് ബ്രഷ് വാങ്ങിച്ചു തന്നിരിക്കുന്ന എന്തിനാ ബ്രഷ് വെച്ച് ചെയ്തൂടെ? ഞാൻ പറഞ്ഞു ഉമ്മച്ചി ഇതാണ് അതിന്റെ ഒരു ഫ്ലോ. സ്പൂണിട്ട് എന്തെങ്കിലും ഫുഡ് കിട്ടിയാൽ അതിൽ നിന്ന് സ്പൂൺ മാറ്റിയിട്ട് കൈ കൊണ്ടിലേക്ക് തിന്നാൻ ഇഷ്ടമുള്ളവരായിരിക്കും മിക്കവരും. അതുപോലെ പെയിന്റ് കിട്ടിയാൽ കൂടുതൽ കൈയിട്ടിളക്കാനാണ് എനിക്ക് ഇഷ്ടമെങ്കിലും ചില സ്ഥലത്തൊക്കെ നമുക്ക് ബ്രഷ് ഉപയോഗിക്കേണ്ടി വരും. പറഞ്ഞു വേറെ എവിടെയോ പോയി. അങ്ങനെ കുറച്ച് വൈറ്റ് പെയിന്റും കൂടി അതിന്റെ പുറത്ത് കൊടുത്തിട്ട് എന്നെ കറക്കി വന്നപ്പോൾ എനിക്ക് ആ ഒരു ഫ്ലോയിൽ ഒരു ഡിസൈൻ കിട്ടി. ഡിസൈൻ എന്നൊന്നും പറയാൻ പറ്റൂലെന്നേ. പണ്ടൊക്കെ ചങ്ങല വരക്കൂലേ? ഞാനിങ്ങനെ പേന വെച്ച് ചങ്ങലൊക്കെ എന്തെങ്കിലും എഴുതുന്നതിൻ്റെ അടിയിലൊക്കെ അണ്ടർലൈൻ ചെയ്യാനായിട്ട് ചെയ്ത് വെക്കുമായിരുന്നു. അതുപോലെ കൈ കൊണ്ട് ഇങ്ങനെ കറക്കി ചെയ്ത് കൊടുത്തു. പിന്നെ അതിൻ്റെ പുറമെ പിങ്ക് കളറും കൂടി ചെയ്തു. റെഡും വൈറ്റും കൂടി മിക്സ് ചെയ്താൽ പിങ്ക് കിട്ടുമെന്ന് നിങ്ങൾക്കറിയാലോ. ആ വിധത്തിലാണ് ഞാൻ ഈ കൈയിട്ടിളക്കി ചെയ്തേക്കുന്നത്. പിന്നെ പെയിന്റ് വേസ്റ്റ് ആക്കുന്ന പരിപാടി ഇല്ലാത്തത് കാരണം അതൊരു ഓർഗനൈസറിൻ്റെ പുറമെ സ്മൈലി ഇട്ട് കൊടുത്ത്. പിന്നെ ഇത് ഈ ഒരു ജാറുണ്ടല്ലോ, അത് അവിടെ ഒരു വയലറ്റ് കളറായിരുന്നു. അപ്പം ഇത് വേസ്റ്റ് ആക്കണ്ട, സ്പോഞ്ചിൽ എന്തായാലും ഉള്ളതല്ലേ, അപ്പോൾ അത് അങ്ങോട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുത്ത് വഴിയെ അതിൻ്റെ പുറമെ എന്തെങ്കിലുമൊക്കെ പണി ചെയ്യണം. ഇനിയും വേറെ എന്തെങ്കിലും ചെയ്യുമ്പോൾ പെയിന്റ് ആക്കി വരട്ടെ, അപ്പം നമുക്ക് ചെയ്യാം. ബേസ് മൊത്തം കംപ്ലീറ്റ് ആക്കിയിട്ട് പിറ്റേ ദിവസമാണ് ഞാൻ ബാക്കി ചെയ്യുന്നത്. വൈകിട്ടായതുകൊണ്ട് നല്ല വടയൊക്കെ തിന്ന് ഒരു ഉള്ളിവടയൊക്കെ കഴിച്ചാണ് സ്റ്റാർട്ട് ചെയ്തത്. കോളേജിൽ പോയി വന്നപ്പോഴത്തേക്കിൻ്റെ പൂക്കല കിട്ടി. പിന്നെ അതും കൂടി മറ്റേ നമ്മൾ പെയിന്റ് അടിച്ച് വെച്ചിട്ടുള്ള ജാറില്ലേ, അതിൻ്റെ ഉള്ളിലേക്ക് വെച്ചു കൊടുത്ത്. ഇപ്പോഴല്ലേ അതിനെ വീഡിയോൻ്റെ ഫ്രണ്ടിൽ വെക്കാൻ പറ്റുള്ളൂ. കുറച്ച് കഴിയുമ്പോൾ അതിൻ്റെ നാച്ചുറാലിറ്റി ഒക്കെ നഷ്ടപ്പെടൂലേ. പിന്നെ 2-3 ബ്രഷൊക്കെ ആയിട്ട് വന്ന്. ഇത് 3 എന്തിനാന്ന് ചോദിച്ചാൽ എനിക്ക് തന്നെ അറിയില്ല. നമ്മളൊന്നൊരു വുഡൻ വർക്കിൽ ഗോൾഡൻ പെയിന്റ് അടിച്ചെടുത്തില്ലേ, അതേ പെയിന്റ് തന്നെയാണ് ഞാൻ ഈ മാഷാല്ലാ എഴുതാനായിട്ട് യൂസ് ചെയ്തിട്ടുള്ളത്. ഈ കാലിഗ്രഫി ഒക്കെ എഴുതാൻ ഇഷ്ടമുള്ളവരൊന്ന് കമന്റ് ചെയ്യണം കേട്ടോ. പുതിയ വീടൊക്കെ പണിയുമ്പം നമ്മൾ അതിന്റെ ഫ്രണ്ടിൽ മാഷാല്ലാ എന്ന് എഴുതി വെക്കാറില്ല. കണ്ണ് കിട്ടാതിരിക്കാനല്ലേ അങ്ങനെ ചെയ്യുന്നത്. ഇതും അതുപോലെ ഒരു വീടിന്റെ ഫ്രണ്ടിൽ തൂക്കാനാ. വേറെ ആരുടെയും അല്ല, നമ്മുടെ സുർബീത്താടെ അൻഷാദിക്കാടെയും വീടിന്റെ ഫ്രണ്ടിൽ തൂക്കിയിടാൻ വേണ്ടിയിട്ടാണ്. അവർക്ക് വീട് പണി നടക്കുന്നുണ്ട്. കുറച്ച് നാളായി പറഞ്ഞിട്ട്, പെരുന്നാളിന്റെ സമയത്തൊക്കെ പറഞ്ഞതാ. ഇങ്ങനെയുള്ള അടിപൊളി വർക്ക് നമ്മൾ കുറച്ച് ടൈം എടുത്ത് ചെയ്യണം അല്ലേ. അതുകൊണ്ട് തന്നെ പറഞ്ഞ ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് ഞാൻ ഇതിന്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. എഴുതിയതിന് കുറച്ച് ചെറുതായി പോകുന്നൊരു ഡൗട്ട് ഉണ്ട്. പക്ഷെ എന്നാലും നമുക്ക് കിട്ടിയ ബേസിനനുബന്ധിച്ച് ഇത് ഈ അളവിലേ പറ്റുള്ളൂ. അങ്ങനെ ഗോൾഡൻ പെയിന്റിലെ മാഷാല്ലാതെ ഏകദേശം തീരാറായി. ഇനി ഇതിന്റെ വള്ളിയും പുള്ളിയും ഇടൽ പരിപാടികളൊക്കെയാ. അതൊക്കെ ഇപ്പൊ തീരുന്നേ. ഇത്രയൊക്കെ ചെയ്ത് വന്നപ്പം സൈഡിലൊരു മക്കേ മദീനയൊക്കെ ആവാന്ന് വെച്ചു. ഒന്ന് തെളിഞ്ഞ് നിക്കട്ടേന്നേ. അതിന് നമ്മൾ ഔട്ട്ലൈൻ ഒന്നും കൊടുക്കുന്നില്ല. വരച്ച് ശീലമുള്ളതല്ലേ. നമ്മൾ എന്തും വരച്ച് വരുമ്പോ ഓട്ടോമാറ്റിക്കലി നമ്മുടെ കയ്യിലത് തെളിയൂല്ലേ. ഞാൻ ഈ മക്കേ മദീനയൊക്കെ വരയ്ക്കുന്ന ടൈമില് പണ്ട് മദ്രസയിൽ ബുക്കിന്റെ ബാക്കിലൊക്കെ പടം വരക്കണേക്ക് ഓർമ്മ വന്നു. എന്നെ ചെറുപ്പം മുതലേ പഠിപ്പിച്ചു തരുന്ന ഹസൻ ഉസ്താദ് ഉണ്ട്. ഉസ്താദ് നല്ലോണം പടമൊക്കെ വരക്കൂട്ടാ. ഉസ്താദ് ഈ പിള്ളേരെ പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ബോർഡിൽ ഓരോന്നൊക്കെ വരക്കാറുണ്ട്. ആ കൂട്ടത്തില് മക്കേ മദീനയൊക്കെ വരക്കുന്ന കണ്ടാണ് ഞാൻ പഠിച്ചത്. കഅബ വരക്കുന്നതൊക്കെ ഞാനിങ്ങനെ ശ്രദ്ധിച്ചിരിക്കുകയായിരുന്നു. ഉസ്താദ് ഇങ്ങനെ സ്പീഡിൽ വരച്ച് തീർക്കുകയും ചെയ്യും. എന്തിരുന്നാലും എൻ്റെ ഈ മക്കേ മദീന എങ്ങനെ ഉണ്ടെന്നൊന്ന് കമന്റ് ചെയ്യണം കേട്ടാ. ഞാനിതിൽ റെസിൻ യൂസ് ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് ടൈമാണ് യൂസ് ചെയ്യുന്നത്. മേടിച്ച് വെച്ചിട്ട് കുറേ നാളായെങ്കിലും ഇപ്പോഴാണ് അതിന്റെ ഉപയോഗം വന്നത്. ഇതിന്റെ റെസ്ട്രിക്ഷനിൽ ഗ്ലൗസ് വേണ്ടത് കൊണ്ട് ഞാൻ ഗ്ലൗസ് ഒക്കെ ഇട്ട് തുടങ്ങി. വെൽസീൽഡ് ബാക്കിലായിരുന്നു ഞാൻ ഇതിലാണ് മെഷർ ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. എൻ്റെ ഒരു പഴയ ഒരു മുട്ട സംഭവമായിരുന്നു. ഇതിൻ്റെ ഉള്ളിൽ കിലുക്കം സാധനം ഉണ്ടായിരുന്നു. ഞാൻ പിന്നീട് എപ്പോഴെങ്കിലും കാണിക്കാം. ഞാൻ അതിൽ മെഷർ ചെയ്തിട്ട് ഞാൻ എൻ്റെ മിക്സിങ് സ്റ്റാർട്ട് ചെയ്തു. കിച്ചണിൽ നമ്മൾ ഓരോന്നൊക്കെ മിക്സ് ചെയ്യില്ലേ, അതേമാതിരി. പിന്നെ ഒരു നീഡിലൊക്കെ എടുത്തിട്ടുണ്ട്. ചുമ്മാ അതിൻ്റെ ഉള്ളിൽ ബബിൾ എന്തെങ്കിലും വരുവാണെങ്കിൽ കുത്തിക്കളയാനാ. അങ്ങനെ ഫൈനലി അതിൻ്റെ മേലെ റെസിൻ ഒഴിച്ച്. ഇനി റെസിൻ ഒഴിച്ച് വണ്ടേ വെക്കണമല്ലോ. എന്തേലും ചെയ്തു കഴിഞ്ഞാൽ അതിലിട്ട് പിന്നെയും പണിയുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ. ഞാൻ ചെറുതായിട്ടൊക്കെ ആ ഒരു കൂട്ടത്തിലുള്ളതാ. എന്റെ പടച്ചോനെ, ഞാൻ ഇത്രക്ക് അടിപൊളി കലാകാരിയായിരുന്നോ എന്നൊക്കെ നമുക്ക് ചെയ്ത് കഴിയുമ്പോൾ തോന്നും. ചിലരുടെയൊക്കെ വാക്കുകൾ കേൾക്കുമ്പോൾ ഒന്നും അല്ലാന്നും തോന്നും. നമ്മുടെ വർക്കിന് 10-ൽ എത്ര മാർക്ക് കിട്ടുന്നൊന്ന് കമന്റ് ചെയ്യണേ. എന്തായാലും ഇതിനൊന്ന് കിട്ടണ്ടേ, വീട്ടിൽ തൂക്കാനുള്ളതല്ലേ. അതിനായിട്ട് സ്ട്രോങ് ആയിട്ടുള്ള ത്രെഡ് എടുത്തിട്ടുണ്ട്.
പിന്നെ നമ്മൾ വർക്ക് ചെയ്യുന്നതിന് മുന്നേ തന്നെ ആ ഒരു കബോർഡിന്റെ പീസിൽ ഹോൾ ഇട്ട കാരണം സംഭവം എളുപ്പമായി. മഴയ്ക്ക് വേണ്ടി നമ്മൾ കുട ചൂടൂലേ, അതുപോലെ അതിനൊരു പ്രൊട്ടക്ഷൻ ആയിട്ട് ഞാൻ ബിരിയാണിയിൽ ഇങ്ങനെ പുതിയുന്ന പ്ലാസ്റ്റിക് ഉണ്ടല്ലോ അതതിന്റെ പുറമെ ആക്കി കൊടുത്ത്. ഇതാണ് അൻഷാദിക്കയുടെയും സുറുമീത്തിയുടെയും വീട്. മാഷാ അള്ളാ അടിപൊളിയല്ലേ. ഞാൻ ഇതിന്റെ ഉള്ളൊക്കെ കയറി കണ്ടായിരുന്നു. നമ്മുടെ മാഷാ അള്ളാ അവിടെ കൊണ്ടുപോയി തൂക്കി. എങ്ങനെയുണ്ട് ഓവർവ്യൂ? എനിക്ക് പേഴ്സണലി സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഒരു വർക്കാണ് കേട്ടാ. വർക്ക് സാറ്റിസ്ഫൈഡ് ആയിട്ട് സുറുമീത്തിക്കും തോന്നി. അങ്ങനെ ഇത്തി എനിക്ക് മേടിച്ചു തന്നതാണ് ഇതൊക്കെ. ഞാൻ അന്തം വിട്ടുപോയി. ആദ്യമായിട്ടുണ്ട് വർക്ക് ചെയ്തിട്ട് ഇങ്ങനെയൊക്കെ എനിക്ക് സംഭവം കിട്ടുന്നത്. ഇത്തിയായിട്ട് ഇത് തൂക്കിയിട്ട് തിരിച്ചു വന്നപ്പം ഞാൻ വിചാരിച്ചില്ല ഇതൊക്കെ കിട്ടൂന്ന്. ലേസ്, കേക്ക്, 7up, ഡയറി മിൽക്കിന്റെ ഏതോ ഒരു വെറൈറ്റി സാധനം, അങ്ങനെ പലതും. നമ്മുടെ വീഡിയോ കഴിഞ്ഞിട്ടാ. ബോറടിച്ചവരുണ്ടെങ്കിൽ സോറി.